വന്നാൽ ഓണരാജൻ കളരാജനാകും. അയ്യോ അടിയിൽ എന്താ ഉണ്ടല്ലോ അല്ലേ, അത് കുഴപ്പമില്ല. ഒരു മണവും കയ്പും മാവേലിന്റെ തലയിൽ ചവിട്ടി താഴ്ത്തി എങ്ങോട്ട്. എല്ലാവർക്കും അത്തം ദിന ആശംസകൾ. ഇന്നെന്താ സ്പെഷ്യാലിറ്റി? എന്താ ഇന്ന് അത്തമാണ്. അപ്പൊ നമ്മുടെ ഓണം വരവായി. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. അത് പൂ പറിച്ചോണ്ട് വേണം പാടാൻ. കാരണം പൂവേ പൊലി പൂ എന്ന് പറഞ്ഞാ പൂ കൂടട്ടെ പൂ കൂടട്ടെ എന്നാണ് അല്ലേ അമ്മച്ചി? പൂ പറിക്കുമ്പോ നമ്മള് പൂവേ പൊലി എന്ന് പറഞ്ഞാല് പൂ എമ്പടി കൂടി കൂടി വരും. അതന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് ശരി തന്നെയാ. ഗൈസ്, അപ്പൊ നമ്മുടെ ഓണക്കാലം അങ്ങ് വന്നു. അപ്പൊ ഓണത്തിന്റെ ഫസ്റ്റ് ഡേ ആയ അത്തമാണ് ഇന്ന് അല്ലേ? അപ്പം അത്തം 10-നാണ് തിരുവോണം. അപ്പൊ നമ്മൾ അത്തം മുതല് 10 തിരുവോണം വരെ നമ്മൾ എന്ത് ചെയ്യും? പൂക്കളം ഇട്ട് നമ്മളെ മാവേലി മന്നനെ നമ്മള് നമ്മുടെ കേരളത്തിലേക്ക് വരവേൽക്കും. അതായത് നമ്മുടെ വീട്ടിലേക്ക് അല്ലേ? നീ എന്താണ് വാ വിളിച്ചിരിക്കാണോ? ഗായ്സ്, അപ്പൊ നമ്മളങ്ങനെ ചില്ലിങ് വൈബായിട്ട് നിക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ എന്റെ ബാലെ പിടിച്ച് വലിക്കാൻ പാടില്ല. എന്റെ ബാലാണത്. എടാ എന്ന് പറഞ്ഞ ഓണപ്പൊട്ടൻ ഇപ്പഴേ ആയോ? ഓണപ്പൊട്ടനുണ്ട് ഗായ്സ്. വടകര ആ ഭാഗത്തൊക്കെ ഓണപ്പൊട്ടൻ വരും. അതാരാ? അതിങ്ങനെ മാവേലിന്റെ പോലെ ഒരു വേഷം കെട്ടും. എന്നിട്ട് അത് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് അതിന് ദക്ഷിണയൊക്കെ കൊടുക്കണം. തെയ്യം പോലെയൊക്കെ. അടിപൊളി. വാവ്, ഞാനിപ്പോഴാണ് ഗൈസ് ഓണപ്പൊട്ടൻ. അപ്പൊ ഞാൻ പൊട്ടനാ. ശരിയായി. ഇനി ഓണം മണ്ടനും ഓണം ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് അത്തമായതുകൊണ്ട് തന്നെ നമ്മൾ പൂക്കളം ഇടാൻ പോവുകയാണ്. മെഴുകണം. മെഴുകണം. അതെ, തറ നമ്മൾ ഇവിടെയാണ് കെട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ മെഴുകി നമുക്ക് തറയൊക്കെ കെട്ടി പറയാ. അപ്പൊ നമ്മള് മെഴുകി തറയൊക്കെ കെട്ടി നമുക്ക് പൂക്കളം ഇട്ടിട്ട് നമ്മുടെ അത്തം സൂപ്പർ. ചന്തു. പങ്ങനാണ് ചന്തു. പങ്കൻ ചന്തു. കാരണം ലുക്ക് കൊണ്ട് ചന്തുനല്ലേ? ചന്തു ലുക്കല്ലേ ഇത് മകന്? ഇന്ന് ഗായ്സ് ഞങ്ങള് 3 പേരും മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് ആണ് നിക്കുന്നത്. അല്ലാതെ നമ്മുടെ അമ്മ മലയാളി മങ്കയായിട്ട് നിൽക്കാണ്. നമ്മുടെ അമ്മ ചെറിയ മലയാളി മങ്കിയായി. അല്ല, മങ്കയായി നിക്കോളാം. അമ്മ സോറി അമ്മച്ചി കേട്ടോ. കയ്യില് പൂക്കൊട്ടൊക്കെ പിടിച്ചേക്കാണ്. ഫസ്റ്റ് നമുക്ക് ഇവിടെ തറ കെട്ടണം പൂക്കളിടാൻ വേണ്ടിട്ട്. അപ്പൊ ഗായ്സ് എന്ത് ചെയ്യാ? നമുക്ക് പൂക്കളൊക്കെ ഇട്ട് നമ്മുടെ ഓണക്കാലത്തെ കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? അത്തപ്പൂക്കളിടാം. നമ്മുടെ മാവേലിനെ നമുക്ക് വരവേൽക്കാം അല്ലേ ഗായ്സ്? അല്ലേ അമ്മച്ചി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരെ പൂക്കളം ഇടാൻ വേണ്ടി പോവാം ഗായ്സ്. അപ്പൊ നമുക്ക് നേരെ ഒരു പിടിയും കൂടെ അങ്ങ് ഇട്ട് കാണിച്ചാ മതി. മണ്ണിട്ടടാ, കളിമണ്ണ്. ഇത് കളിമണ്ണാ. ചാണകം. ഞാൻ തല കുളിച്ചാ മതി. ചാടിക്കോളും. ഞാൻ ഇത്തിരി ചാണകവും തരാം. ചാടി. ഗായ്സ്, അപ്പൊ നമ്മള് ഐശ്വര്യമായിട്ട് നമ്മുടെ പൂത്തറ നമ്മള് റെഡിയാക്കുവാണ് ഗായ്സ്. ഇത് കണ്ടോ? ഇല്ലേ നമ്മള് പൂത്തറ ശരിയാക്കല്ലേ? ഇതെന്താ ചാണകമാണോ മണ്ണാണോ? ഇത് ചാണകം പ്ലസ് കളിമണ്ണാണ്. അപ്പൊ മമ്മേന്റെ പൂത്തറ ഭയങ്കര സ്പെഷ്യലാണ്. പൂത്തറേന്റെ നടുക്ക് തന്നെ മമ്മ ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കി വെക്കോട്ടോ. ഞാൻ എനിക്ക് പിടിക്കാൻ. അല്ലേ അമ്മേ? മമ്മേന്റെ പൂത്തറ സ്പെഷ്യൽ അല്ലേ മമ്മേ? അല്ലേ? അപ്പൊ മമ്മ എന്താക്കണം? സ്പെഷ്യൽ ആയിട്ട് വേണം പൂത്തറ ശരിയാക്കാൻ അല്ലേ മമ്മേ? അപ്പൊ മമ്മ 3-4 തട്ടായിട്ട് പൂത്തറ ഉണ്ടാക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഈ പൂത്തറ ഉണ്ടാക്കുമ്പോൾ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പൊ നമ്മള് പൂത്തറ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വലുതാക്കിക്കൊണ്ട് വരാം. നമ്മൾ ആദ്യം അത്തത്തിലാണല്ലോ നമ്മുടെ
പൂക്കള് നമ്മുടെ ഓണം തുടങ്ങുന്നത് നമ്മുടെ അത്തത്തിലാണ്, അതായത് ഇന്ന് അത്തച്ചമയം. അത്തച്ചമയം. അപ്പൊ നമ്മള് അത്തത്തിനാണ് നമ്മുടെ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പറയണ്ട, അത്തച്ചമയം തൃപ്പൂണിത്തുറയാണ്. അതെ, അമ്മച്ചി പറഞ്ഞോ. അത്തച്ചമയം തൃപ്പൂണിത്തുറയാണ്. വള്ളസദ്യയും അത്തച്ചമയവും ഒക്കെ ഇന്ന് അവിടെ ഭയങ്കര ഉത്സവവും ഘോഷവും ഒക്കെയാണ്. ഇന്നാണ് അത്തച്ചമയം. അപ്പം എന്താ അത്തത്തിനാണ് നമ്മുടെ ഉത്സവമൊക്കെ സംഭവങ്ങളെല്ലാം. അപ്പൊ നമ്മൾ അത്തത്തിനാണല്ലോ നമ്മുടെ എന്തമ്മേ പറയേ ഓണം തുടങ്ങുന്നത്. അപ്പൊ ഓണം ആരംഭിക്കുന്നത് ഗൈസ്, അതിന്റെ ഫസ്റ്റ് ഡേ ആണ് നമ്മുടെ അത്തം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത്തത്തറ ഇത്രയും പോരമ്മേ, ഇത് ഇത്ര മതി. അപ്പൊ നടുക്കൊരു ബോൾ വെക്കുന്നില്ല, ചെറിയൊരു ബോൾ വെച്ചോ, നമുക്കൊരു സന്തോഷത്തിന്. നമുക്കൊരു സന്തോഷത്തിന്. യാ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ആ ബോളിലാ തുമ്പപ്പൂ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ നമ്മുടെ തുമ്പേന്റെ ഒരു ഇലയും തുളസിന്റെ ഒരു ഇലയും കൂടെ വെച്ചാൽ മതി. തുമ്പ കുഴപ്പമില്ല. തുളസിയും തുമ്പയൊക്കെ എന്താ പറയാ മോസ്റ്റ് പൂക്കളാണ് നമ്മുടെ മാവേലിക്ക് ഇഷ്ടമുള്ള പൂക്കള്. തുമ്പ എന്ന് പറഞ്ഞാല് ശിവനെ ഓർക്കുന്നതാണ് തുമ്പ, ശിവന്റെയാണ്. നമ്മുടെ പാർവതി ദേവിന്റെ ധരിക്കുന്ന ആരാ? ശിവനാണ്. അപ്പൊ പാർവതി ദേവിന്റെ കാൽപാത എന്ന് പറയുന്നത് പൂവല്ലേ? തുമ്പപ്പൂവല്ലേ? യെസ് ഗൈസ്, അങ്ങനെ ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഭഗവാന്മാരില് ശിവനാണ് തുമ്പയൊക്കെ ധരിക്കുന്ന ആള്. തുമ്പയും ചാമ്പലും. ചാമ്പൽ എന്ന് പറഞ്ഞാൽ ഭസ്മം. ഭസ്മം. യെസ് ഗൈസ്. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ പൂത്തറ നമുക്ക് വലുതാക്കിക്കൊണ്ട് വരാവുന്നതാണ്. പിന്നെ നമ്മള് ഫസ്റ്റ് ഡേയിൽ നമ്മള് പൂക്കൾ ഇടുമ്പം ഒരു പൂ കൊണ്ടാണ്, അതായത് നമ്മൾ തുമ്പപ്പൂ കൊണ്ട് മാത്രമാണ്. അങ്ങനെ അത്തം ചിത്തിരക്ക് 2 പൂ, ചോതിക്ക് 3 പൂ, അങ്ങനെ തിരുവോണത്തിന് 10 പൂക്കൾ കൊണ്ടാണ് നമ്മൾ ഇടുക. അങ്ങനെ കുറെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് എന്താ പറയാ ഫസ്റ്റ് ഡേ തന്നെ നമ്മളെല്ലാ പൂക്കളും നമ്മള് ഇടും. നമ്മുടെ പൂക്കൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ചാണകം കൊണ്ട് വരാൻ വേണ്ടിട്ട്. ചാണകം കൊണ്ടാ മെഴുകുന്നത്. ഇത് ചാണകമാണോ? വാവ്. അപ്പൊ ഗൈസ്, മണ്ണും കൊണ്ട് നമ്മള് ശരിയാക്കി ചാണകം കൊണ്ട് ഇനി ചാണകം കൊണ്ട് മെഴുകി ഇത്രയും ചെറിയ ചെറിയ പൂത്തറ മതി മമ്മേ. അത്രയും മതി. നമുക്ക് ചോദ്യമൊക്കെ വിളിക്കും. ചോദ്യം 2 ദിവസം വേണ്ട അനുജമുണ്ട് കേട്ടോ എന്റെ ദിവസം. അപ്പൊ ചോദ്യമൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അത്തറ നമ്മള് 3 നാളല്ലേ പോടാ നിങ്ങൾ എന്താണ് അതെ സത്യം ഞങ്ങൾ വച്ചാ നിങ്ങളുടെ ചാണകം വെള്ളം കൊണ്ടെടുത്ത് ചാണകമാക്കണം ഡിസൈനാണ്. അപ്പൊ നമ്മുടെ പൂത്തറ അത്തത്തറ അത് ശരിയായി കഴിഞ്ഞിരിക്കുകയാണ്. അരിഞ്ഞിടും, ഉണക്കിയിടും, പിരിച്ചിടും, നമ്മള് പൂക്കള് നല്ല ഫ്രഷ് പൂക്കള് നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ അതേപോലെ നമ്മൾ പൂക്കൾ ഇടും കേട്ടോ. തലേ ദിവസം പറിച്ചു വെച്ചാലും മതി. പക്ഷെ വാടി പോവാതിരിക്കാൻ വേണ്ടിട്ട് പൂക്കളിൽ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം തളിച്ച് വെക്കണം. നമ്മൾ അങ്ങനെയൊക്കെ കുറെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പൂക്കൾ പോയി പറിച്ചോളാം. എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം? പൂക്കൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഫ്രഷ് ആയിട്ട് പറിച്ചു അല്ലേ പങ്ക അല്ലേ? അപ്പൊ നമ്മുടെ പൂക്കളത്തിന് വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പൂക്കളും കൊണ്ടല്ല നമ്മൾ പൂക്കൾ. നമ്മുടെ പറമ്പിൽ നിന്നും നമ്മുടെ ഇവിടുന്ന് പറിക്കുന്ന പൂക്കൾ മാത്രമാണ് നമ്മുടെ പൂക്കളത്തിന്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്നുള്ള പൂക്കളും കൊണ്ടാണ് നമ്മൾ പൂക്കൾ ഒരുക്കുന്നത്. അവർക്കും കൊതി വരില്ലേ മമ്മ? അതെ, ബിഗ് ബോസില് ലാലേട്ടനും പറഞ്ഞു പണ്ടൊക്കെ പൂക്കളൊക്കെ പറിച്ചിട്ട് തൊടിയിൽ നിന്ന് പറിച്ചിട്ടാ പൂക്കൾ ഇടുന്നതെന്ന് പറഞ്ഞു. പൂക്കൾ ഇടുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ പൂ പറിക്കുമ്പോ ആ പൂവിന്റെ പേരൊന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്ന പേര് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ വേറെ പൂക്കൾക്ക് ആ പേരുണ്ടെങ്കിൽ അത് ആർക്കും പേരായിരിക്കും. പക്ഷെ ആർക്കും തന്നെ പൂക്കള ഇടുന്ന പൂക്കളുടെ പേര് പറയാൻ അറിയത്തില്ല. കടയിൽ നിന്ന് വാങ്ങുവാണ്. പൂങ്ങന്നേ ഈ വൈറ്റും കന്നിച്ചിരി ആ ഓറഞ്ചും കൊടുത്തോ പൂ അങ്ങനെ താറാവ് കൊക്ക് അതവിടെയല്ലേ കൃഷ്ണകിരീടം. ആ ശരിക്കും കിരീടം പോലെ തന്നെ വലിയതുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ അതുണ്ടായി നിപ്പില്ലല്ലോ അമ്മച്ചി. അപ്പൊ നമ്മുടെ പൂത്തറ അതവിടെ നല്ല ഫ്രഷായി സെറ്റായി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എന്ത് രസാലേ? നടക്കൊരു ബോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പൂക്കള ഇട്ട് കഴിഞ്ഞിട്ട് നമ്മള് കൊടിയല്ല വെച്ച് കൊട കുത്തും. നമ്മള് 10-ാം ദിവസത്തിൽ 10 കൊട
കുറെ ഉണ്ടാവും. അപ്പൊ നമുക്ക് പൂവ് വലിയ ഈ മത്തം പൂവ് അതുപോലെ ചെമ്പരത്തിയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വലിയ കൊടിയൊക്കെ അല്ല കൊടി തന്നെ വരിക, കൊടയൊക്കെ കൊത്തി നമുക്ക് കുത്തി നമുക്ക് വെക്കാം ഗൈസ്. അപ്പം അമ്മ ഇത് ആദ്യമേ കൊട്ടയെടുത്ത് അമ്മ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? പൂക്കൾ പറിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ പൂക്കൾ പറിക്കാൻ പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ അമ്മയുടെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പൂന്തോപ്പിലേക്ക് നമ്മൾ എത്തി കഴിഞ്ഞു അല്ലേ പങ്ക? കണ്ടോ ഈ അമ്മ കണ്ടോ 2-3 മതി പറയുന്നത്. ശരി നമ്മൾ അതന്നെ നമ്മളിതിന് പറയുന്ന ഇല്ല ഇത് പറിച്ചിട്ട് തരാം. നമ്മളിതിന് പറയുന്ന വരിക തുമ്പപ്പൂ എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഓണക്കാലത്തിനെ വരവേൽക്കാൻ വേണ്ടി തുമ്പി തുമ്പപ്പൂ. അയ്യോ അമ്മയോടെ തുമ്പ പറഞ്ഞോട്ടോ കേട്ടോ ഗൈസ്. നമ്മളിതിന് പറയുന്നവര് തുമ്പിപ്പൂ എന്നാണ് കേട്ടോ. അമ്മയ്ക്ക് തന്നെ ടെൻഷൻ ആവുകയാണേ. എന്നാ കുറച്ചേ പറിക്കുന്നുള്ളൂ. എന്തൊരു ഭംഗിയാ നോക്കില്ലേ ഗൈസ് കാണാൻ. അതിന്റെ ഓറഞ്ച് നിപ്പുണ്ട്, ഇവിടെ മഞ്ഞ നിപ്പുണ്ട്, അതിന്റെ റെഡ് ഉണ്ട്. റെഡ് നമ്മുടെ അടുത്തില്ല കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത് മഞ്ഞ ഓറഞ്ചും ഉള്ളൂ. നമ്മളത് രണ്ടും പറിക്കുവാണ് കേട്ടോ ഗൈസേ. നമുക്കിതേ കൊട്ടയിൽ ഫുള്ള് ഇത് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ ഗൈസേ? വാ പറിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും പൂക്കൾ ഇട്ടിട്ടുണ്ട്. കരിമ്പ് പറിക്കണ്ട കേട്ടോ ഗൈസ്. അപ്പൊ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള തുളസീന്റെ തുളസി ചെടി ഒന്നുമില്ല പോയി മേത്തെന്തെങ്കിലും പ്രാണിയൊക്കെ ഇരുന്നാൽ നമുക്ക് അങ്ങനത്തെ സ്പെഷ്യൽ ഭാഷകളൊക്കെ അല്ലേ വാങ്ങാം. അപ്പൊ നമ്മുടെ തുളസീന്റെ കതിരി നമുക്ക് പറിക്കാം കേട്ടോ. തുളസിയാണ് ഇവിടെ പിടിക്കില്ലായിരുന്നു ഗൈസേ. ഭാഗ്യത്തിന് 2 തുളസി പിടിച്ചിട്ടുണ്ട്. തുളസി തറയിൽ ഇപ്പോൾ ഒരു തുളസീന്റെ തൈ നിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഗൈസേ നമ്മുടെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. അപ്പം ഓണം എന്താ പറയാ ഗൈസ് നമുക്ക് ഈ പൂ പറിച്ചോണ്ട് പറയാം. കണ്ടോ ഇവിടെ നമ്മുടെ ഈ പൂ തുമ്പ അപ്പൊ നമ്മുടെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. ഏറ്റവും വലിയ വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. അപ്പൊ ഓണം എന്ന് പറയുമ്പോഴേക്കും ഞാൻ ആദ്യം ഓർക്കുന്നതാണെന്നറിയോ? നമ്മുടെ മാവേലിനെയാണ്. അപ്പൊ നിങ്ങൾക്കറിയോ ഓണം എങ്ങനെയാണോ ഉണ്ടായെന്നുള്ള സ്റ്റോറി നിങ്ങൾക്കറിയോ? അറിയുമായിരിക്കും, എങ്കിലും ഞാൻ പറഞ്ഞു തരട്ടെ എല്ലാവർക്കും. ഞാൻ പറഞ്ഞുതരാം ഗായ്സ്. അപ്പം നമ്മുടെ മഹാബലി, അതായത് നമ്മുടെ മാവേലി നമ്മൾ പറയും. അപ്പം നമ്മുടെ മാവേലി എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പം നമ്മുടെ മാവേലി നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മുടെ കേരളത്തിൽ ഭയങ്കര സമ്പൽ സമൃദ്ധിയാൽ നമ്മുടെ മാവേലിയല്ലായിരുന്നോ രാജാവ്? അപ്പൊ കേരളം സമ്പൽ സമൃദ്ധിയായിരുന്നു. നിങ്ങൾ പാട്ട് കേട്ടിട്ടില്ലേ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പിന്നെ എന്താ പറയുക, പാട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം മാവേലി നാട് വാണിടും കാലത്ത് എല്ലാവരും ഒരേപോലെ സത്യം മാത്രം പറയും, സത്യം മാത്രം ചെയ്യും. എല്ലാവരും ഒരേപോലെ സമ്പൽ സമൃദ്ധിയാൽ എന്നും ഇതേപോലെ പൂക്കളും പറിച്ച് പൂക്കളും ഇട്ട് എന്നും അങ്ങനെയായിരുന്നു നമ്മുടെ കേരളം. സന്തോഷം സമൃദ്ധിയല്ലേ പറയണ മോസ്റ്റ് ആയിരുന്നു. അതുപോലെ നമ്മുടെ മാവേലി ആരായിരുന്നു? അസുരരാജാവായിരുന്നു. ആര്? നമ്മുടെ മാവേലി എന്ന് പറയുന്നത്. അപ്പം അസുരരാജാവ് ഇത്രയും നല്ല രീതിയിൽ കേരളമൊക്കെ നോക്കുന്നു, ജാതി മതഭേദങ്ങളൊന്നും ഇല്ലാതെ കേരളം ഇത്രയും നന്നായിട്ട് നോക്കുന്നു. അസുരനായിട്ട് നമ്മളിങ്ങനെ ഓർക്കും. അസുരരാജാവ് ഇത്രയും നല്ലൊരു എന്താ പറയാ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ദേവന്മാർക്ക് പേടിയായി. കാരണം എന്താ, ദേവലോകം പിടിച്ച് കീഴടക്കുമെന്ന് പേടിയായി. അസുരന്മാര് ദേവലോകം കീഴടക്കിയാൽ ശരിയാവില്ലല്ലോ. പക്ഷെ അസുരരാജാവാണ് നമ്മുടെ മാവേലിയെങ്കിലും നല്ല സ്വഭാവമായിരുന്നു നമ്മുടെ മാവേലിക്ക്. കേൾക്കുമ്പോ തന്നെ നമുക്കറിയാലേ നല്ല മനസ്സുള്ള അസുരനായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ അങ്ങനെ ദേവേന്ദ്രനൊക്കെ പേടിയായി. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേവേന്ദ്രനാണല്ലോ നമ്മുടെ ദേവന്മാരുടെ രാജാവ്. അപ്പൊ ദേവേന്ദ്രത്തിൽ നിന്ന് പുറത്ത് ചാടിക്കുമെന്ന് ഓർത്തു. കാരണം അസുരരാജാവ് ദേവലോകം വാണാൽ എന്താ ചെയ്യാ? അപ്പൊ ഇങ്ങനെ വന്നപ്പോ ദേവന്മാർക്കൊക്കെ പേടിയായി. ലാസ്റ്റ് മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. അങ്ങനെ മഹാവിഷ്ണു എന്ത് ചെയ്തു? ഒരു അവതാരം അങ്ങ് എടുത്തു. ആരായിട്ട്? വാമനനായിട്ട്. നമ്മുടെ മഹാവിഷ്ണു അങ്ങനെ വാമനനായ അവതാരം എടുത്ത് മാവേലിന്റെ അടുത്ത് ചെല്ലുകയാണ്. അങ്ങനെ എന്തു ചോദിക്കുകയാണ്? 3 അടി മണ്ണ് തരാൻ പറയാണ്. വാമനൻ ചെറുതായിരുന്നു, കുള്ളനായിരുന്നു എന്നാ പറയുന്നത്. അപ്പം മാവേലിൻ്റെ അടുത്തോട്ട് എനിക്ക് മാവേലി രാജാവാണല്ലോ. അപ്പം പറഞ്ഞു എനിക്ക് 3 അടി മണ്ണ് അങ്ങ് തരണം എന്ന് പറഞ്ഞു. അപ്പം മാവേലി രാജാവായതുകൊണ്ട് പാവൻ രാജാവായതുകൊണ്ട് മാവേലി പറഞ്ഞു നിനക്ക് തരാമല്ലോ, എന്തായാലും തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് വാമനൻ അങ്ങ് വലുതായിട്ട് 1 അടി കാലിങ്ങനെ എടുത്തു വെച്ചു. ആ 1 അടി കൊണ്ട് സ്വർഗം മുഴുവൻ അളന്നു. അടുത്ത 1 അടി കൊണ്ട് ഭൂമി തീർന്നു. അപ്പൊ 3ാമത്തെ അടി വാമനൻ എന്ത് ചെയ്യും? എവിടെ അടി വെക്കും? അപ്പൊ ചോദിച്ചു എനിക്ക് 3 അടി മണ്ണ് വേണമല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ചോദിച്ചു. അപ്പം മാവേലി പറഞ്ഞു ഞാൻ അങ്ങ് വിഷമിക്കണ്ട, എൻ്റെ തലയെ ചവിട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആര്? വാമനൻ. അതിന്റെ തല വാമനൻ
മാവേലിന്റെ തലയിൽ ചവിട്ടി താഴ്ത്തി. എങ്ങോട്ട്? പാതാളത്തിലേക്ക് താഴ്ത്തി എന്നാണ് ഐതിഹ്യങ്ങളിലൊക്കെ. എന്നെ ചവിട്ടി താഴ്ത്തിയാ മച്ചി. വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തിട്ടോ ഗൈസ്. അത്തത്തിന്റെ അന്ന് തന്നെ ചവിട്ടി താഴ്ത്തണം. അങ്ങനെ എല്ലാവർക്കും വിഷമായി. നമ്മുടെ മാവേലിനെ നമ്മുടെ മഹാവിഷ്ണു നമ്മുടെ വാമനന്റെ രൂപത്തിൽ വന്ന് ഭൂമിയുടെ അടിയിലേക്ക് ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് പോയി. അങ്ങനെ നമ്മുടെ മാവേലി മഹാവിഷ്ണുവോട് ചോദിക്കുകയാണ്, അയ്യോ എന്നെ എൻ്റെ പ്രജകളെ കാണാതിരിക്കാൻ എനിക്കൊക്കത്തില്ലേ, എനിക്ക് വിഷമാവുന്നു, എന്നെ അങ്ങനെ ചെയ്യരുതേ, എനിക്ക് എന്നാൽ പിന്നെ അങ്ങ് ഒരു സഹായം ചെയ്തു തരണം. വർഷത്തിൽ ഒരിക്കൽ എനിക്ക് എൻ്റെ പ്രജകളെല്ലാവരെയും വന്ന് കാണാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്, അങ്ങത് സഫലീകരിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മഹാവിഷ്ണു എന്ത് ചെയ്തു? അതായത് നമ്മുടെ വാമനൻ എന്താ ചെയ്തത്? ഓക്കെ ആയിക്കോട്ടെ, നിൻ്റെ ആഗ്രഹം ഞാനിതാ സഫലീകരിച്ച് തരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുവോണത്തിൻ്റെ അന്ന് നമ്മുടെ മാവേലി നമ്മുടെ വീട്ടിലേക്ക് വരും. അങ്ങനെയാണ് എല്ലാരെയും വന്ന് കാണും. അതാണ് ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവേലിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ, എല്ലാ മലയാളികളും എവിടെയുണ്ട് അവിടെ ഓണമുണ്ട്. അപ്പൊ മലയാളികളെ വന്ന് നമ്മുടെ മാവേലിക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വാമനൻ ഒരുക്കി കൊടുത്ത ഒരു ദിവസമാണ് നമ്മുടെ തിരുവോണം എന്ന് പറയുന്നത്, ഓണക്കാലം എന്ന് പറയുന്നത്. അപ്പം അത്തത്തിലാണ് നമ്മുടെ ഓണം തുടങ്ങുന്നത്. അപ്പൊ അത്തം നമ്മൾ ഓണത്തിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്തം, ചിത്തിര, ചോതി, വിശാഖ, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരുവോണം, അവിട്ടം, ചതയം വരെ നമ്മുടെ ഈ ഓണാഘോഷങ്ങൾ നിൽക്കുന്നും പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിങ്ങമാസം തുടങ്ങുമ്പോൾ തൊട്ട് ചിങ്ങമാസം അവസാനിക്കുന്നവരവിടെ പൂക്കൾ ഇടുന്നവരുണ്ട്. അതുപോലെ തന്നെ അത്തം തൊട്ട് തിരുവോണം വരെ ഇടുന്നവരുണ്ട്. അത്തം തൊട്ട് നമ്മൾ ചതയം വരെ പൂക്കൾ പിന്നെ ചിലരുണ്ട് തിരുവോണത്തിന് മാത്രം ഇടുന്നവരും ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. ആരും അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. ജാതിമത ഭേദമന്യേ ആർക്കും വേണം. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും നമുക്ക് എവിടേക്ക് മലയാളികളുടെ അവിടേക്ക് നമ്മുടെ മാവേലി വന്ന് നമ്മളെ കാണുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തിരുവോണത്തിന് നിന്ന് ബട്ടർഫ്ലൈ വരുന്നത്? നമ്മൾ പറയും അത് നമ്മുടെ മാവേലി. അതെ, അതിപ്പം എന്താ നമ്മൾ കാണുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും കാണിച്ചിരുന്നു ഗൈസ്. എല്ലാ തിരുവോണത്തിനല്ലേ നമ്മള് സദ്യ കഴിക്കുമ്പോഴായിരിക്കും, ചിലപ്പോ നമ്മള് പൂക്കൾ ഇട്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും. അതന്നെ. അപ്പൊ ഇതാണ് നമ്മുടെ ഓണത്തിന്റെ ബാക്കിലെ വലിയ സ്റ്റോറി ഗൈസ്, അല്ലേ പങ്ക? അപ്പൊ നമ്മുടെ മോസ്റ്റ് അടുത്ത പൂക്കൾ പറിക്കടാ. അപ്പൊ നമ്മൾ അടുത്തായിട്ട് പറിക്കാൻ നമ്മുടെ വിടലിയ പൂക്കളാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ വിടലിയ പൂക്കളാണ്. അപ്പൊ നമ്മുടെ ഓണത്തിന് ഏറ്റവും സ്പെഷ്യലായ പൂക്കൾ, ഓണം കളറാക്കുന്ന, നമ്മുടെ പൂക്കളം കളറാക്കുന്ന പൂവാണ്. അപ്പൊ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള സൂര്യകാന്തി പൂ പോലെ നമുക്ക് തോന്നും അല്ലേ പൈങ്കിളി? മിനി സൂര്യകാന്തിയാണ്. യെസ്, നമുക്ക് ഇവനെയും കൂടി നമുക്ക് ഇവിടുന്ന് പറിച്ചെടുക്കാം കേട്ടോ ഗൈസേ, അല്ലേ പങ്ക? അതെ, മോസ്റ്റ് കുഞ്ഞിതാണെങ്കിലും കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമുക്ക് ഇത്രയും പൂക്കൾ, നമ്മുടെ പൂക്കൾ അടിപൊളിയാക്കണം അല്ലേ പങ്ക? അപ്പൊ ഗൈസ്, നമ്മുടെ തൃക്കാക്കരയിലാണ് നമ്മുടെ ഓണത്തപ്പന്റെ ആസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്, അല്ലേ പങ്ക? അതെ, അതെന്താ നിങ്ങൾക്ക് അറിയോ ഗൈസേ? അറിയോ? കുറച്ചേ അറിയുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. പൈങ്കിളി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃക്കാക്കരയപ്പനും അതുപോലെ തന്നെ നമ്മുടെ തൃക്കാക്കര ടെമ്പിളും ഓണത്തിനോടനുബന്ധിച്ചിട്ട് ലിങ്ക്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാമനന്റെ കാൽപാദം അവിടെ പതിച്ചതുകൊണ്ടാണ് അവിടെ അങ്ങനെ മോസ്റ്റ് ആയിട്ട് ഓണമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്ന ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്നതും. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃക്കാക്കരയിൽ നമ്മുടെ മഹാവിഷ്ണുവാണ് ദേവൻ. പിന്നെന്ന് പറയുമ്പം മഹാവിഷ്ണു ആണെങ്കിൽ സങ്കല്പത്തിൽ നമ്മുടെ വാമനാണ് അവിടുത്തെ പ്രതിഷ്ഠ. കാരണം വാമനന്റെ കാൽപാദാണല്ലോ അവിടെ പറഞ്ഞത്. അതാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മഹാവിഷ്ണു, നമ്മുടെ വാമനൻ മാവേലിനെ വിജയം കീഴടക്കിയല്ലോ, ചവിട്ടി താഴ്ത്തി വിജയം കീഴടക്കി. അപ്പം അതുകൊണ്ടായിരിക്കാം എന്താ പറയാ അവിടുത്തെ ആ സ്ഥലവും അതൊക്കെ ഭയങ്കരമായിട്ട് ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നതാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം നമ്മളിതാ ഇത്രയും പൂക്കൾ നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പൂക്കൾ ഇടാൻ വേണ്ടി നമുക്ക് പോയാലോ? പോലെ ഗൈസ്, അല്ലേ പങ്ക? പോലെ ബാക്കി പൂക്കളൊന്നും അമ്മ പറിക്കാൻ സമ്മതിക്കില്ലെന്നേ. നാളെ വേണം, മറ്റന്നാൾ വേണം. ആ പൂക്കളും കൂടി പറിച്ചാലോ? വയലറ്റ് നല്ല രസമില്ലേ? നല്ല ഭംഗിയാണ് കാണാൻ ഗൈസ്. അതാണ് കയ്പ പൂക്കൾ. എന്തൊരു കയ്പാണോ, എന്തോരം തിന്നിട്ടുണ്ടെന്നറിയോ അത് കഴിച്ചിട്ട്. സത്യമായിട്ടും. അപ്പൊ ഗായ്സ്, മാവേലി നാട് വാണിയിടും കാലത്ത് എല്ലാരും എന്നും നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എന്നും പൂക്കളെ ഇട്ട് സദ്യ എല്ലാരും സന്തോഷിച്ചു. കാരണപ്പോഴേക്ക് ദേവന്മാർക്ക് അസൂയ. എന്താ അറിയോ, അസുര രാജാവ് അത്ര നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്ത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദേവലോകം പിടിച്ച് കീഴടക്കുവോ എന്നുള്ളൊരു അതുകൊണ്ടാണ്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഓരോ ഇതുകൊണ്ടോ എട്ടുകാലി വരെ ഉണ്ടോ?
ഓ അയ്യോ എന്റെ കയ്യിലേക്ക് ഗൈസ് പക്ഷെ ഗൈസ് കെട്ടുകാലി ഒന്നും ചെയ്യില്ല ഗൈസ് നമ്മളെ. പക്ഷെ അത് ഇതാണ് നമ്മുടെ കയ്പപ്പൂവ്. ഇതുണ്ടോ ഒരു മണവും കയ്പും. നമ്മളില്ലേ ഇത് തലയിലെ എണ്ണ ഒക്കെ കാച്ചാൻ നേരത്ത് നമ്മള് ഇത് അതെ നല്ല ഔഷധ ഗുണമുള്ള പൂവാണ് കേട്ടോ. അതെ വെറുതെ അല്ല എണ്ണക്ക് കയ്പ്. അതാ നമ്മളിത് പറിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുണ്ട് ഇവിടെ ഫുള്ള് വിടയിലേക്കാണ് കേട്ടോ. നോക്കണം എന്റെ ദൈവമേ ഞാനിതൊക്കെ എങ്ങനെ പറിച്ചു ദൈവമേ എനിക്കറിയില്ല. കഴിഞ്ഞ തിരുവോണത്തിനാണ് വിടയില് പറിച്ച് നമുക്ക് അവസ്ഥയായി പോയത്. അയ്യോ സത്യം കഴിച്ച അതിന്റെ ഇലക്കാണെങ്കിൽ നല്ലൊരു ഓടിപ്പോയിട്ട് പൂക്കളിടാം. ഇനി സമയം കളയാൻ പറ്റില്ല. ഗായ്സ് അപ്പം നമ്മുടെ പറമ്പിലെ പൂക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. നമ്മൾ പൂ പറിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ അപ്പൊ അമ്മച്ചി പറയും കുഞ്ഞൊരു ഉള്ളിത്തണ്ടിലായാലടക്കം പൂവുണ്ടാവും നല്ല അമ്മച്ചി. അപ്പൊ നമ്മുടെ പൂക്കളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂക്കളാണ് നമ്മുടെ തുളസിയും അതുപോലെ തന്നെ തുമ്പപ്പൂ. അപ്പൊ തുമ്പപ്പൂ പറിക്കാൻ നമുക്ക് വയലിലേക്ക് പോകേണ്ടി വരും അല്ലേ പങ്ക? വയലിൽ പോയാലാണ് തുമ്പപ്പൂ കിട്ടുള്ളൂ. ഇവിടെ കൊണ്ട് നട്ടതാണ്, പക്ഷെ ഇവിടെ കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നെ അത് നമുക്ക് ഇത് നടുക്ക് വെച്ചാലോ? ഇത് ഉണ്ടോ ഈ നടുക്ക് വെക്കാട്ടെ. നടുക്ക് വെക്കട്ടെ അമ്മേ, ഞങ്ങളുടെ ഐഡിയ ഞങ്ങൾ ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഗായ്സ് വാവ് നമ്മള് നടുക്ക് തന്നെ എന്താടാ അവസ്ഥയാണോ? നടുക്ക് തന്നെ നമ്മളിതാ ഈ പൂ വെച്ചിട്ടുണ്ട് കേട്ടോ. വാ ഇത് നമ്മുടെ തുമ്പിപ്പൂവിന്റെ വേറൊരു റോസ് കളർ വേർഷൻ ആണ്. നമുക്ക് തുളസി ചുറ്റും വെക്കാം. നമുക്ക് തുളസി ചുറ്റും വെക്കാം. തുളസിനൊക്കെ പറഞ്ഞ മോസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ മാവേലി മണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഇങ്ങനെ വെച്ചാ പോരെ? അങ്ങനെ വെച്ചോ കേട്ടോ. അപ്പൊ തുളസിന്റെ കതിരാണ് നമ്മൾ പറിച്ചോണ്ടെന്നേ. അപ്പൊ കതിര് നമുക്ക് ഇടാം. ഗായ്സ് അപ്പൊ നിങ്ങൾ പൂക്കളൊക്കെ ഇട്ടോ? രാവിലെ കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ ഇടണം. അതല്ലേ ഒരു ഐശ്വര്യം. നമ്മൾ ആകെ ഓണക്കാലത്ത് മാത്രം നമ്മുടെ മാവേലിനെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ മാവേലിക്ക് സന്തോഷമാവണ്ടേ. ഓണക്കാലത്ത് ഓണം കാണാൻ വേണ്ടി മാവേലിന്റെ പ്രജകളൊക്കെ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട് മാവേലി വന്നിട്ട് പൂക്കളൊന്നും ഇല്ലാതെ വെറുതെ എല്ലാരും ഫോണും പിടിച്ച് ആ മൂലക്ക് ഈ മൂലക്കൊക്കെ ഇരിക്കുന്നതാണ്. മാവേലിക്ക് വിഷമാവില്ലേ? അപ്പൊ എല്ലാരും പൂക്കളൊക്കെ ഇട്ട് പൂ പറിക്കാനൊക്കെ പോയി തുള്ളിച്ചാടി മറിഞ്ഞ് കുറച്ച് വീണ് എല്ലാ മണ്ണും വാരി എല്ലാം ഇതാക്കിയിട്ട് എന്ത് ചെയ്യണം? ഓടി ഒന്ന് പൂക്കളാക്കി ഇടണം അല്ലേ മമ്മേ? അതല്ലേ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ. ന്യൂ ജനറേഷൻ ഒന്നും പറഞ്ഞോണ്ട് മാവേലിനൊക്കെ വറക്കാൻ പാടുവോ? ഇല്ലല്ലോ. നമ്മൾ ശരിക്കും കാട്ടിൽ പോയി തന്നെ പൂക്കള് പറിച്ചിട്ട് നമ്മൾ പൂക്കളത്തിലിടണം ഇല്ലേ മമ്മേ? പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന എല്ലാവർക്കും കുറെ സാഹചര്യങ്ങളുണ്ട് ഗായ്സേ. ചിലപ്പം എന്താ പറയാ പൂക്കള് ചിലപ്പോ അടുത്തൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ മമ്മേ? അങ്ങനെയുള്ളവർ അങ്ങ് ദൂരെ പോയി പറിക്കണം. ഇതെന്താ അടുത്തുന്നുണ്ട്? ഈ മമ്മ ഒന്ന് ഡിസൈൻ മാറുന്ന കേട്ടോ. എനിക്ക് ദേഷ്യം വരുന്നേ. ശരിക്കും ദേഷ്യം വരില്ല, കാരണം മമ്മയാണ്. ശരി അമ്മ ഇപ്പൊ തികയുന്നുണ്ട് കേട്ടോ. മമ്മക്ക് നല്ലതായിട്ടുണ്ട്. അപ്പൊ ഞാൻ പൊട്ടനായില്ല മമ്മ. ഇവിടെ ഞാൻ ഓണപ്പൊട്ടനായിട്ടോ. തുള്ളി കളിച്ചോടാ ഓണപ്പൊട്ടനായിട്ട്. ആടാ ഓണപ്പൊട്ടൻ ഓണപ്പൊട്ടൻ ഓണപ്പൊട്ടൻ. അപ്പൊ അമ്മേന്റെ പൂക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകല്ല കാശേ. പൂ പറിച്ചോണ്ട് വരുന്നോണ്ട് അതേപടി വെക്കും. അരിയാനൊന്നും അമ്മ നിക്കില്ല അല്ലേ മമ്മേ? ഇടയ്ക്ക് മഞ്ഞിടാം, ഇടയ്ക്ക് മഞ്ഞ വെക്കാം അമ്മ. അതായിരിക്കും എന്റെ രസം. അല്ല പക്ഷെ അത് മാറ്റണ്ട, ഇങ്ങനെ ഓറഞ്ച് മഞ്ഞയും കൂടി ഒരുമിച്ച് ഇരിഞ്ഞൊക്കെ ഇടുന്ന എന്താണെന്നറിയോ? തിരുവോണത്തിന് രണ്ടു ദിവസം കഴിയട്ടെ. എന്ന് പിന്നെ ചോദിക്കും മലയാളത്തിലൊക്കെ ഇട്ടാ മതി. എന്റെ ദിവസം അല്ലേ? അയ്യോ അയ്യോ സോറി സോറി. എനിക്കൊരു സംശയം ഉണ്ട് പറ്റി. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാമനനെ മാവേലിന്റെ അടുത്തേക്ക് എന്ത് ചോദിച്ചോണ്ടാ ചെല്ലുന്നേ? മാവേലിന്റെ അടുത്തേക്ക് ദാനം സ്വീകരിക്കാൻ വേണ്ടിട്ട് ദാനം ചോദിക്കണം. ദാനം മേടിക്കണം എന്നോർത്തുകൊണ്ടാണ് ചെല്ലുന്നത്. അപ്പം പിന്നെ ചെന്ന് കഴിയുമ്പം മാവേലി കൊറേ സ്വർണം കൊടുക്കാന്ന് പറയും, പണം കൊടുക്കാന്ന് പറയും, ഒക്കെ പറയും. അതെല്ലാം വേണ്ടെന്ന് പറയും. അപ്പം എന്തെങ്കിലും കൊടുക്കണല്ലോ, ഒന്നും സ്വീകരിക്കാതെ പോകാനും പറ്റില്ല. അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ പറയും, എന്നാ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് പിന്നെ തപസ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് 3 അടി മണ്ണ് തന്നാ മതി എന്ന് പറയും. അന്നേരം മാവേലിക്ക് ചിരി വരും കേട്ടോ. ഇത്രയും കേരളം ഇങ്ങനെ കിടക്കുമ്പോ 3 അടി മണ്ണേ. അത് പറയും. പിന്നെ തരാന്ന് പറയും. അപ്പം പറയും പിന്നെ വാമൻ പറയും ഞാൻ അളന്നെടുത്തോളാന്ന് പറയും. അന്നേരം മാവേലി സമ്മതിക്കും കേട്ടോ, അളന്നോളാൻ പറയും. അപ്പം ഒരു കാലും കൊണ്ട് അങ്ങ് അളക്കും. ഒരു കാലും കൊണ്ട് അളന്ന് സ്വർഗമൊക്കെ അങ്ങ് അളന്ന് കഴിയും. കാല് വെക്കുമ്പോ രണ്ടാമത്തെ കാലിങ്ങനെ വെച്ച് ഒരടി വെക്കുമ്പോഴത്തേക്കും ഭൂമിയും കഴിയും. 3-ാമത്തെ കാലിങ്ങനെ പൊക്കിയിട്ട് പറയും
ഇനി എന്റെ മൂന്നാമത്തെ അടിക്ക് ഞാൻ എവിടെ കാല് വെക്കും ചോദിക്കും. അന്നേരം മാവേലി ഇത് സത്യവിരോധം ചെയ്യാൻ പാടില്ലല്ലോ. അന്നേരം മാവേലി പറയും പിന്നെ എന്റെ തലയെ ചവിട്ടിക്കോളാൻ പറയും. അന്നേരം തലയിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് ചവിട്ടി താത്തി അങ്ങ് വിടും. പാതാളത്തിലേക്ക് വിടും. അപ്പം മാവേലി പറയും എനിക്ക് പിന്നെ ഒരാഗ്രഹം ഉണ്ടെന്ന് പറയും. ആഗ്രഹം ഉണ്ടെന്ന് പറയും. എന്താ ചോദിക്കും. അന്നേരം പറയും ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് എന്റെ പ്രജകളെ വന്നെനിക്ക് കാണണമെന്ന് പറയും. അന്നേരം മഹാവിഷ്ണു ആ വരം കൊടുക്കും മാവേലിക്ക്. അങ്ങനെയാണ് മാവേലി തമ്പുരാൻ ചിങ്ങമാസത്തിൽ വരുന്നത്. തുമ്പുരാനല്ല, തമ്പുരാൻ. അങ്ങനെയാണ് പ്രജകളെ കാണാൻ വരുന്നത്. എന്റെ അമ്മോ ഇങ്ങനെ വരുവാണ്. നമ്മുടെ മാവേലിയിലെ എല്ലാ വീട്ടിലും വരും. എല്ലാ വീട്ടിലും പൂമ്പാറ്റേ വരും. എല്ലായിടത്തും വന്ന് എല്ലാവരുടെ ഇതും സ്വീകരിക്കും. അന്നത്തെ പോലെ ഇന്നും തിരുവോണത്തിന്റെ അന്ന് ആർക്കും ഒരു ദുഃഖം. അന്ന് എന്നും അങ്ങനെയല്ലായിരുന്നോ ചേച്ചി? പണ്ട് എന്നും അങ്ങനെയല്ലായിരുന്നോ? പൂക്കളിട്ടും സദ്യ ഉണ്ടും അല്ലേ? കള്ളയില്ല, ചതിവില്ല. കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ ശോഷിച്ച ഒന്നുപോലെയല്ല, ഒരേപോലെ. ഒരു വീട്ടിൽ എന്തുണ്ടോ അത് അടുത്ത വീട്ടിലും ഉണ്ട്. കള്ളമില്ല, ചതിയില്ല, ഒന്നുമില്ല. ആരും കള്ളം പറയില്ല, ആരും ചതിക്കില്ല, എല്ലാം സത്യം മാത്രം. മായം ചേർക്കില്ല ആരും. ഇന്നത്തെ പോലെ പിന്നെ MDMA അടിച്ചിട്ട് വേണ്ടാത്ത ചെയ്യില്ല. അച്ഛൻ അമ്മേനെ കൊല്ലില്ല, അമ്മ അച്ഛനെ കൊല്ലില്ല, മകൻ അച്ഛനെ കൊല്ലില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അറിയോ? എല്ലാം മുറ പോലെ നടക്കും. നേരെ സത്യം, എല്ലാം സത്യം അല്ലേ അമ്മച്ചി? അടിപൊളി. ഒരു കൊട കുത്തണ്ടേ? കൊട വേണോ? കൊട കുത്താൻ ഇപ്പൊ ചെമ്പരത്തിക്ക് അങ്ങോട്ട് പോവും ഞാൻ. നമ്മുടെ ചെമ്പരത്തിയിൽ ഇവിടെ എങ്ങാണ്ടില്ലേ? അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഗായ്സ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു പൂക്കളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി. നമ്മള് പൂക്കൾ അറിയാനും ഒന്നും നിന്നില്ല കേട്ടോ. നമ്മള് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലേ മമ്മേ? നീട്ടി വെക്കുക. ഇങ്ങനെയാ നമ്മള് സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഗായ്സ് നമ്മൾ ഇന്നത്തെ പൂക്കളം റെഡിയാക്കിയത് അല്ലേ പങ്ക? അതെ, പേടിക്കണ്ട. നാളെ ഇതിലും വലുത് വരും. അപ്പൊ എല്ലാവരും നീങ്ങും. അത് തന്നെ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മള് എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള പൂക്കളാണ് ഇട്ടത് കേട്ടോ. ഫസ്റ്റ് ഡേ ശരിക്കും ഒറ്റ പൂ കൊണ്ട് ഇടാൻ പാടില്ല. അവിടെ ഓരോ ഇലയും കൂടെ പറിച്ചു വെക്കണം. ഇവിടെ നമുക്ക് ഭംഗിയുള്ള ഇലകൾ പറിക്കാം. പോടാ കിട്ടിയോ? തുമ്പിപ്പൂവില്ലേ അതിന്റെ ഇല കാണാൻ പറിച്ചു. ഇനി നമുക്ക് ശിവൻ കണ്ടെന്ന ഗൈസ് നമ്മൾ ഇതിന് പറയുന്നത് കേട്ടോ. അതെ, ശിവന്റെ തൃക്കണ്ണ് പോലെയാണ് ഗൈസ് കാണാൻ. ഈ ചെടി കണ്ടില്ല എന്ത് രസാലേ. അപ്പൊ അത് മഴയൊക്കെ പെയ്തപ്പോഴേക്കും ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ട് പങ്ക. അതെ തന്നെ, നിറച്ചുണ്ട് ഗൈസ്. ഇതിന്റെ വേറെ കളറും ഉണ്ടല്ലേ? വൈറ്റ് ഉണ്ടാ മോസ്റ്റ് ആണ് കേട്ടോ അത്. ഇനി അടിക്കുമൊക്കെ എന്ത് രസാലേ, വൈറ്റ് കളറ്. ഇതിന്റെ അടി ഭാഗം കണ്ടോ? വാവ്, സൂപ്പർ കൂൾ. ഇത് തിരിഞ്ഞുണ്ടാവണമായിരുന്നു. അതെ, മോസ്റ്റ് ആണ് കേട്ടോ. ഒന്നും പറയാനില്ല അല്ലേ? അതെ ഗായ്സ്, അപ്പൊ നിങ്ങളൊന്ന് പൂക്കൾ ഇട്ടോന്നൊക്കെ എന്നോട് പറയണേ. പൂക്കൾ ഇടുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഗായ്സ് ചെറിയ പൂക്കളെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒരു പൂവെങ്കിലും വെച്ചിട്ട് നിങ്ങൾ അതിന് നിങ്ങൾ ദയവചെയ്ത് നിങ്ങൾ മടി കാണിക്കണം. നിങ്ങൾ എന്താണ് ഇങ്ങനെ മടിയന്മാരാവുന്നത്? പക്ഷെ എന്റെ ഗായ്സ് മടിയന്മാരല്ലാന്ന് എനിക്കറിയാം. വടക്കുന്നാഥന്റെ ഫ്രണ്ടിലല്ലേ? യെസ് ഗായ്സ്, തൃശ്ശൂർ നമ്മുടെ വടക്കുന്നാഥന്റെ മുമ്പിലാണ് ഏറ്റവും വലിയ പൂക്കളുള്ളത്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. പക്ഷെ ഞാൻ കണ്ടായിരുന്നു. ഈ പൊളിയായി. അവര് മഴ പെയ്യല്ലേന്നും പ്രാർത്ഥിച്ചോണ്ടായിരുന്നു. ആണോ? എത്ര കിലോ പൂവാ? 1000 മേലെയാ പൂ. മോസ്റ്റിലെ അടിപൊളി. ചിലതൊക്കെ കൊടയം കൊണ്ട് വരുന്നുണ്ട്. ചെമ്പരത്തി കണ്ടുപിടിച്ച് കൊടയൊക്കെ കുത്താൻ വേണ്ടി അമ്മ ഗൈസ് കൊടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൊട ലാസ്റ്റ് കുത്താട്ടോ അമ്മേ. നിങ്ങൾക്ക് ലാസ്റ്റ് കുത്താം. കണ്ടോ അമ്മ കൊട എന്താ ചെയ്തത്? ബാക്കി വന്ന് ഭഗവാൻ കതിര് പറിക്കണം. ഭഗവാൻ കതിരൊക്കെ എവിടെയാ ഉള്ളേ? അവിടെ ഉണ്ട്. ഉണ്ടോ? പൂവിന്റെ സ്വന്തമാണ്. നമുക്ക് കൊട നടക്ക് കുത്താം. ചെറിയ അത്തപ്പൂക്കളാക്കാന്ന് ഓർത്ത, പക്ഷെ വലുതായി ഗൈസ്. നമ്മൾ ചെറുത് ഉണ്ടാക്കാന്ന് ഓർക്കുമ്പോഴേക്കും വലുതാവും അല്ലേ പങ്ക? അതാണ് ഒരു ഫാക്ട്. അതാണ് കുഴപ്പമില്ല. സന്തോഷാണല്ലേ പങ്ക? അത് തന്നെ മോസ്റ്റാണ്. നമ്മുടെ മഹാബലി നമുക്ക് വലിയ പൂക്കളാക്കി തരും ഗൈസ്. അതാണ് സത്യം. നമ്മള് ചെറുതാക്കാന്ന് ഓർക്കും പക്ഷെ വലുതാവും. വാവ്, ഇതുകൊണ്ടോ എന്ത് രസല്ലേ? നമുക്ക് നോക്കി നോക്കാൻ രസമുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. നോക്കാം ഗൈസ്. കിട്ടോ? ഞാൻ മിക്കവാറും ഇനിയും വേണ്ടി വരൂടാ. ആണോ? എന്നാ പറിച്ചിട്ട് വരാം.
ഇങ്ങോട്ട് ചാങ്ങി നിൽക്കുന്ന അതിന്റെ രണ്ടു നിലയും ആ ഇതല്ലേ ആ ഷോ പൊട്ടനാ. ആ ഞാൻ മണ്ടനല്ലേ. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓ ഞാൻ ഓർത്ത് ഞാൻ അവിടെ വരെ പോണ്ട വരുമോന്ന്. അതെ ഇല്ലല്ലോ ഇപ്പൊ എന്താ ഒരു തോട്ടിക്കാല് വെക്കാവുന്നല്ലേ ഉള്ളൂ. ഞാനപ്പോ വാമനനാവും. ആ പിന്നല്ല അതൊക്കെ അത്രേ ഉള്ളൂ. എന്താ മഹാബലിനെ ചവിട്ടി താത്തിയില്ലേ പോരെ. മതി ഇതാ പിന്നെ ചട്ടണം. ആ ചവിട്ടിയില്ലോ. ആന്ന് പൂക്കളം ഇട്ട് എഴുന്നേക്കുമ്പോഴേക്ക് നടുവിന്റെ ആരും തീരുമാനം. ആ സത്യം ഗൈസ് അത് തന്നെ അടിപൊളിയാ. കിടന്നിട്ടിടണം. ആന്ന് നമ്മുടെ ഒരു വലിയ സ്പെഷ്യാലിറ്റി കാഴ്ച അറിയില്ല. എന്താടാ ആ നമ്മള് വലിയ ഡിസൈൻ വരയ്ക്കാറുണ്ടോ? ഇല്ല. തിരുവോണം നടക്കാതെ ഗൈസ് നമ്മൾ ഒരു ഡിസൈനും വരയ്ക്കാറില്ല. നമ്മുടെ മനസ്സിൽ തോന്നിയത് നമ്മള് ആ എന്താണ് അപ്പൊ തോന്നുന്നേ അപ്പൊ അത് ചെയ്യും. അതോ ബിഗ് മോസ്റ്റ് ആവും ചെയ്യും. അത് തന്നെ അതാണ് നമ്മുടെ ഒരു വലിയൊരു കുഴപ്പം. ഇത് ഇടണ്ടേടാ ഇന്നത്തെ. ഓ ഇതാ ഇതും കൂടി വെച്ചോ ചേച്ചി. 3 എണ്ണം മതി. എന്നിട്ടൊന്നും ഇട എല്ലാവരുടെയും പൂക്കളല്ലേ വെച്ച ഇതില്. ഹായ് നോക്കിക്കേ അടിപൊളിയായി. നമ്മുടെ ഇന്നത്തെ പൂക്കളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളൊന്നും അറിയാതെ അതേപാട് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന ഇലയും പൂക്കളും. ഇലയും പൂക്കളും എല്ലാം ഉണ്ട്. നമ്മൾ പൂക്കളം എപ്പോഴും ഇടുമ്പോ ഇല മോസ്റ്റ് ആവരുത്, എങ്കിലും ഇല വേണം. പൂക്കള് പോലത്തെ ഇലകളുള്ള പൂക്കളങ്ങളുണ്ട് ഇല്ലേ മമ്മേ? ഹായ് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ രസം. അപ്പൊ ഇന്ന് അത്തമാണ്. അപ്പം 1ാമത്തെ ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു കുട കുത്തി. ഇനി നാളെ അത്തം ചിത്തിരയാണ്. അപ്പൊ 2 കുട കുത്തും. പിന്നെ ചോദിക്കും 3. അങ്ങനെ തിരുവോണത്തിന് 10 കുട നമ്മൾ കുത്തും ഇല്ലേ? അങ്ങനെ ആ അയ്യോ നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് വേണം. പുണ്യാണ് നമ്മള് പ്രാർത്ഥിക്കണം ഇല്ലേ? പ്രാർത്ഥിച്ച ഐശ്വര്യമായിട്ടാണ് നമ്മള് എന്താ പൂക്കളൊക്കെ നമ്മൾ ഇടേണ്ടതൊക്കെ. നമ്മളൊരു സാരി കൊടുത്തിട്ട് അത്തത്തിൽ കൂടി നടക്കണം. അയ്യോ പോസ്റ്റ്. അപ്പൊ നമ്മളിനി ഇന്ന് രാത്രിക്കോ അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മള് പൂക്കളൊക്കെ നമ്മൾ അടിച്ചു വരാൻ പാടില്ല. അടിച്ച ചൂലും കൊണ്ട് തൊടാൻ പാടില്ല. കൈ കൊണ്ട് തന്നെ രാവിലെ ഇത് വാരിക്കളഞ്ഞ് മെഴുകിയിട്ട് വേണം ഒന്നും കൂടി നമ്മൾ അടുത്ത പൂക്കളെ ഇടാൻ വേണ്ടി തുടങ്ങാം അല്ലേ? അപ്പൊ നമ്മുടെ പൂക്കളൊന്ന് മോസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ മമ്മേ? അല്ലേ മക്ക? കൂൾ. അപ്പൊ നമുക്ക് ഒന്ന് ഫോക്കസ് കണ്ടാലോ? യെസ്. പൂവേ 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 പൂവേ. നമ്മുടെ പൂക്കളം നമ്മുടെ അത്തപ്പൂക്കളം. ഇന്ന് അത്തമാണ്. അത്തത്തിന്റെ പൂക്കളം നാളെ ചിത്തിരപ്പൂക്കളാവും. പിന്നെ ചോദ്യപ്പൂക്കളം. അപ്പൊ നമ്മുടെ പൂക്കളൊക്കെ ഇവിടെ മോസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടായോ? പറയാൻ മറക്കരുത്. മറന്നാൽ ഓണരാജൻ കളരാജനാകും. അയ്യോ അടിയിൽ എന്താ ഉണ്ടല്ലോ അല്ലേ? ഒന്നും കുഴപ്പമില്ല. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടിയിലെന്തെങ്കിലും കാണോ? എനിക്കല്ലാത്ത അടിക്ക്. ആമേ. അപ്പൊ ഗായ്സ് നമ്മുടെ മോസ്റ്റ് പൂക്കളം സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ കേട്ടപ്പോഴത്തേക്കും കുട്ടിമണി കുട്ടി മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും. ഗായ്സ് അപ്പം എല്ലാവർക്കും ഹാപ്പി അത്തം. ആൻഡ് നമ്മുടെ ഓൺ ദ വൈ ചില്ലിങ് ആയിട്ട് നമ്മുടെ ഓണം വ്ളോഗൊക്കെ ഓൺ ദ വേ ആണ് അല്ലേ പറ്റി? അതിന്റെ ഇടയ്ക്ക് 2 മഹത് വ്യക്തികളുടെ ബർത്ത്ഡേയും കൂടി വരുന്നുണ്ട് അല്ലേ മമ്മേ? ചിലടേക്ക് ഈ ആഴ്ച ആണ്. ഈ ആഴ്ചയാണ് കളി തന്നെ. അപ്പം അതിനൊക്കെ നമ്മൾ ഓൺ ദ വേ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മുടെ ഓണക്കളികളും ഓണസദ്യ ഓണപ്പായസം ഓണത്തിന്റെ ചില്ലിങ് ആയിരിക്കും ഇനി മുഴുവൻ വരാൻ. ഇനിയിപ്പോ ഓൺ ദ വേ നമ്മളിനി ഊഞ്ഞാലൊക്കെ ഇട്ടൂട്ടോ. അതെ നമ്മൾ പറക്കും പറക്കും ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ അത്തം വ്ലോഗ് ഗായ്സ് ഇത്രേ ഉള്ളൂ. അങ്ങനെ നമ്മള് മാവേലിനെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ ഓൺ ദ വേ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ ഗായ്സ് ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അടിപൊളി കോൾ വീഡിയോയുടെ വീണ്ടും കാണാം അല്ലേ വെച്ചി? മാവേലി വന്നോ ഇപ്പോഴേ കാണാൻ. അതെ ഞാൻ പറഞ്ഞല്ലേ ഉള്ളതേ. നിങ്ങൾ കണ്ടോ? നമ്മളെ കണ്ടിട്ട് പോയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എല്ലാവർക്കും
ഓണക്കാലം എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ എൻ്റെ ഗായ്സേ. മുഴുവനും സന്തോഷം സമൃദ്ധിയുടെ കാലമാണ്, മുഴുവനും കളറാണ്. ഓണപ്പൂക്കൾ, ഓണക്കളികൾ, ഓണസദ്യ, മോസ്റ്റായിട്ടും ഓണക്കോടിയാണ്. ഓണക്കോടി എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ് ഗായ്സേ. നിങ്ങളാരെങ്കിലും എനിക്ക് ഓണക്കോടി തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം ഓണക്കോടി ഇങ്ങോട്ട് പോരട്ടെ. അപ്പോൾ ആരും മറക്കണ്ട. പിന്നെ നമ്മുടെ ഓണക്കളികൾ, ഓണപ്പൂക്കളം, മുഴുവനും സന്തോഷവും സമൃദ്ധിയുടെയും കാലമാണ് ഓണം. നമ്മുടെ ഓണത്തിന്റെ ഒക്കെ വ്ലോഗ് ഓൺ ദ വേ ചില്ലിംഗ് വൈബായിട്ട് വരുന്നുണ്ട് ഗായ്സ്. ആരും മിസ് ചെയ്യരുത് ഗായ്സ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി അത്തം ഒന്നും കൂടി ഗായ്സ്.